Hi everyone, welcome to Grammar Galaxy, your new space to explore the amazing world of English grammar. I am your grammar guide. You can call me Grammar Guide or Grammar Galaxy. And here on this channel, we will learn English grammar in a simple, fun, and easy to understand way. Whether you are a student, a teacher, or someone who just wants to improve your English, this channel is for you. From basic grammar lesson to tips for speaking and writing better English, Grammar Galaxy will help you shine brighter every day. So don't forget to subscribe, like, and hit the bell icon to enjoy our galaxy of learners. Let's begin our journey to master English, one lesson at a time. And here we go. Grammar is important for speaking and writing English language. In English language, grammar plays an pivotal role. And sometimes we find difficult with English grammar. So, let's learn easily English grammar with Grammar Galaxy. And I'm here to help you all with all your doubts about the grammar. We can start our grammar lessons from today itself. So, here we go. In this slide, we are discussing about what is a grammar. From a very young age, we hear about grammar, but many of us don't really know what grammar is or what its use in the English language. കുഞ്ഞു ക്ലാസ് മുതൽ നമ്മൾ കേൾക്കുന്നതാണ് ഗ്രാമറിനെ പറ്റി. എന്നാൽ ഗ്രാമർ എന്താണെന്നോ അല്ലെങ്കിൽ ആ ഗ്രാമറിൻ്റെ യൂസേജുകൾ അതിൻ്റെ പേർപ്പസ് എന്താണെന്നോ നമുക്ക് ഇതുവരെയും അറിയില്ല. എന്നാൽ ഇന്നീ സ്ലൈഡിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്രാമർ, എന്താണ് അതിൻ്റെ യൂസ്. Grammar is a set of rules that tells us how to use words correctly in a language. ഗ്രാമർ എന്ന് പറയുന്നത് ഒരു കൂട്ടം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, കുറേ നിയമങ്ങളാണ്. എന്തിനു വേണ്ടി? ദാറ്റ് ടെൽസ് us how to use words correctly in a language. നമ്മുടെ ലാംഗ്വേജിൽ, അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വേർഡ്സ് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയുള്ള കുറേ സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഗ്രാമറിനെ ഒരു ലാംഗ്വേജിൻ്റെ റൂൾ ബുക്ക് എന്നും പറയാം. Just like games have rules, language also has rules, and those rules are called grammar. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഗെയിം കളിക്കുകയാണ്. ഏതൊരു ഗെയിമിനും അതിൻ്റേതായ കുറച്ച് നിയമങ്ങൾ, റൂൾസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ലാംഗ്വേജ്, ഇംഗ്ലീഷ് ലാംഗ്വേജിനും കുറച്ച് നിയമങ്ങൾ അല്ലെങ്കിൽ റൂൾസ് ഉണ്ടാവും. ആ നിയമങ്ങളെയാണ് ഗ്രാമർ എന്ന് നമ്മൾ പറയുന്നത്. ഗ്രാമർ എന്താണെന്ന് നമ്മളിപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞു. എന്താണ് ഗ്രാമർ? ഗ്രാമർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജിൻ്റെ റൂൾ ബുക്കാണ്, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ ആദ്യമായി കൊടുത്തിരിക്കുന്ന ഒരു സെൻറ്റൻസ് മീ ഈസ് ഹാപ്പി എന്നാണ്. അതിൻ്റെ നേരെ ഇൻറ്റു മാർക്കും ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ തൊട്ട് താഴെയായി അതിൻ്റെ കറക്റ്റ് സെൻറ്റൻസ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. കറക്റ്റ് സെൻറ്റൻസ് എന്ന് പറയുന്നത് ഐ ആം ഹാപ്പി. Grammar tells us to use I, not me, as a subject. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് ഗ്രാമർ പറയുന്നത് എന്താണ്? നോട്ട് മീ അല്ല യൂസ് ചെയ്യേണ്ടത്, പകരം ഐ ആണ് യൂസ് ചെയ്യേണ്ടത്. ആൻഡ് ദ കറക്റ്റ് ഈസ് ആം, നോട്ട് ഇസ്. ഇസിന് പകരം എന്താണ് കറക്റ്റായിട്ട് വരുന്നൊരു ഫോം അവിടെ? ഐ ആം. സോ ആദ്യത്തെ സെൻറ്റൻസിൽ മീ ഈസ് ഹാപ്പി, മീ ഈസ് ഹാപ്പി എന്ന് പറയുന്നത് ഒരു തെറ്റായ സെൻറ്റൻസ് ആണ്. അതിന് നമ്മൾ ഗ്രാമർ എന്ന അല്ലെങ്കിൽ ഗ്രാമർ എന്ന റൂൾ ബുക്ക് കൊണ്ട്, റൂൾ നിയമം കൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് തിരുത്തി എഴുതിയിരിക്കുകയാണ് ഐ ആം ഹാപ്പി. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ എന്താണ് ഗ്രാമർ എന്നും
ഗ്രാമർ കൊണ്ട് ലാംഗ്വേജിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നമ്മൾ ലാംഗ്വേജ് നന്നായി എഴുതാനും അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിക്കുമ്പോൾ നന്നായി സംസാരിക്കാനും അത്യാവശ്യമായിട്ടും നമ്മൾ ഗ്രാമർ അറിഞ്ഞിരിക്കണം. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസ്. ഗ്രാമർ അറിഞ്ഞിരുന്നാൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ലഭിക്കുക? ഒന്നാമത്തേതെന്ന് പറയുന്നത് സ്പീക്ക് കോൺഫിഡൻ്റ്ലി ആണ്. ഗ്രാമർ അറിയാവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുമായി സംസാരിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം കിട്ടും. കാരണം ഒരു തെറ്റുകളും സംഭവിക്കില്ല എന്നുള്ളത് നമുക്കൊരു ബോധ്യം അവിടെ ഉണ്ടാവും. രണ്ടാമത്തേതായി റൈറ്റ് ക്ലിയർലി. നമുക്ക് നന്നായി എഴുതാൻ സാധിക്കും. ഒരു ഗ്രാമർ മിസ്റ്റേക്ക് പോലും ഇല്ലാതെ നമുക്ക് എഴുതാൻ സാധിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോഴും എക്സാം പേപ്പർ, അതായത് ഇംഗ്ലീഷ് എക്സാം പേപ്പറിൽ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് ടീച്ചേഴ്സ് റെഡ് ഇങ്ക് കൊണ്ട് ഗ്രാമർ മിസ്റ്റേക്ക് ഓർ ഗ്രമാറ്റിക്കൽ എറർ എന്ന് എഴുതുന്നത്. സോ ഗ്രാമർ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായി ഒരു മിസ്റ്റേക്കും എററും ഇല്ലാതെ നന്നായി എഴുതാൻ സാധിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു ഗുണമാണ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് ബെറ്റർ. ഇംഗ്ലീഷ് എന്ന ലാംഗ്വേജിനെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് എന്ന ഭാഷയെ നമുക്ക് നന്നായി മനസ്സിലാക്കാനും കഴിയും. ഇനി പറയാൻ പോകുന്നത് ഗ്രാമറിൽ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടതെന്നുള്ളത്. കുഞ്ഞിലെ മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഇംഗ്ലീഷ് ഗ്രാമർ. എന്നാൽ എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നുള്ളത് ആർക്കും ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണ്. എന്നാൽ ഇനി ആ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഗ്രാമർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പലർക്കും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും തോന്നാറുണ്ട്. അയ്യോ, ഇതെന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഗ്രാമർ ഒട്ടും അറിയില്ല എന്നൊക്കെ. പക്ഷേ ഗ്രാമർ വളരെ എളുപ്പമാണ്. മനസ്സിലാക്കി പഠിച്ചാൽ വളരെ എളുപ്പം തന്നെയാണ് ഗ്രാമർ. ഇനി ഗ്രാമറിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത്. ഒന്നെന്ന് പറയുന്നത് പാർട്സ് ഓഫ് സ്പീച്ചാണ്. ആ പാർട്സ് ഓഫ് സ്പീച്ചിൽ തന്നെ 8 പാർട്സ് ഓഫ് സ്പീച്ചുകൾ ഉണ്ട്. രണ്ടാമത് ടെൻസസ് പഠിക്കണം. 3 ആർട്ടിക്കിൾസ് പഠിക്കണം. 4 സെൻറ്റൻസും പങ്ക്ച്വേഷനും പഠിക്കണം. 5 വോയിസ്, സ്പീച്ച് ആൻഡ് എഗ്രിമെൻറ്റ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടാവും. അയ്യോ, ഇതെന്താണ്, ഒരുപാടുണ്ടല്ലോ, ഇതൊക്കെ കൂടെ എങ്ങനെ പഠിക്കാൻ പറ്റും എന്നുള്ളത്. പക്ഷേ പഠിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്ക് ഓരോന്നും എന്താണെന്നുള്ളത് ഇനി വരുന്ന അടുത്ത വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം. ഇപ്പോൾ ഗ്രാമറിൽ എന്തൊക്കെയാണെന്നുള്ള ചെറിയൊരു ധാരണയെങ്കിലും എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്, ടെൻസസ് ഉണ്ട്, ആർട്ടിക്കിൾസ് ഉണ്ട്, സെൻറ്റൻസ് ഉണ്ട്, പങ്ക്ച്വേഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഗ്രാമറിലുണ്ട്. ഇത് ഓരോന്നും ഓരോ ദിവസമായി നമുക്ക് പഠിക്കാം. അങ്ങനെ പഠിച്ചു വരുമ്പോൾ ഗ്രാമർ എളുപ്പമായിരിക്കും. നമുക്ക് സംസാരിക്കാനും എഴുതാനും ഇംഗ്ലീഷ് ഭാഷ മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഗ്രാമർ എന്താണെന്ന് ചെറിയൊരു ധാരണയെങ്കിലും എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? എന്താണ് ഗ്രാമർ? ഗ്രാമർ എന്ന് പറയുന്നത് സിമ്പിളായി പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാമർ ഇസ് എ റൂൾ ബുക്ക് ഓഫ് എ ലാംഗ്വേജ്. ഒരു ഭാഷയുടെ റൂൾ ബുക്കാണ്, അല്ലെങ്കിൽ റൂൾസുകളെയാണ് ഗ്രാമർ എന്ന് പറയുന്നത്. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് എന്താണ് ഗ്രാമർ എന്ന് കൂടുതലായി നമുക്ക് അറിയാം. സോ നൗ, if you like this video, please subscribe to Grammar Galaxy and stay tuned for more fun grammar lessons.